നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. ഞാനിപ്പം വരാൻ കാരണം നിങ്ങൾ ഈ കെജ്രിവാളിനെ ചീത്ത വിളിക്കുന്നത് കണ്ടിട്ടാണ്. അരവിന്ദ് കെജ്രിവാൾ അത്ര മോശക്കാരനാണെന്നൊരു ധാരണ എനിക്കില്ല. നിങ്ങൾക്കുണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ എനിക്കില്ല. അപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ ഇപ്പോഴും ഇങ്ങനെ വേട്ടയാടുന്നു ഒരു പരിധി വരെ. അത് ശരിയല്ല എന്നുള്ള നിലപാട് എനിക്കുള്ളതുകൊണ്ടാണ് ഈ അരവിന്ദ് ഇത്ര കുഴപ്പക്കാരനാണെന്ന് രാജ്മോഹൻ തോന്നാൻ കാരണം എന്താ? അല്ല, അത് നമുക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഓർമ്മയുണ്ടാക്കില്ല, ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷൻ എന്ന് പറഞ്ഞൊരു മൂവ്മെന്റ് ഇന്ത്യയിൽ ഉണ്ടാകുന്നു. അപ്പോൾ അന്ന് നമ്മളെല്ലാം ആകാംക്ഷയോടെ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അന്ന് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞില്ല, നമ്മുടെ ടൈംസ് നൗവിൽ ഇപ്പോഴത്തെ നമ്മളെ ഒരു പ്രമുഖനുണ്ടല്ലോ, ഭയങ്കര ബഹളം വയ്ക്കുന്ന ഒരാളുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ഗോസ്വാമിയായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾക്ക് അധികാരമേ വേണ്ട, ഞങ്ങൾ ഇത്തരത്തിലുള്ള പദവിയൊക്കെ ഒന്നും തന്നെ പോകില്ല, ഞങ്ങൾ ഈ പ്രസ്ഥാനമായി മുന്നോട്ട് പോവുകയും ഇന്ത്യ ശുദ്ധീകരിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞിറങ്ങുന്നുണ്ട്. മാത്രമല്ല അന്ന് അന്നാ ഹസാരെ ഇവരെല്ലാം നയിക്കുന്നു, അദ്ദേഹം നിരാഹാരം കിടക്കുന്നു. അങ്ങനെ ഇവർ വലിയൊരു പ്രസ്ഥാനമായി മാറുന്നു, അത് വലിയൊരു പ്രതീക്ഷ ഉണർത്തുന്നു. പക്ഷെ പിന്നീട് സംഭവിക്കുന്നത് നമുക്കറിയാം എന്താണെന്നുള്ളത്. പിന്നീട് രാഷ്ട്രീയ പാർട്ടിയാവുന്നു, അധികാരത്തിലെത്തുന്നു. അന്ന് കൂടെ നിന്ന പലരും പിന്നീട് ഈ പ്രസ്ഥാനത്തിൽ രാഷ്ട്രീയത്തിലേക്ക് അവർ വരുന്നില്ല, അവർ അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. ഇദ്ദേഹം കുറച്ച് പേരും മാത്രം മുന്നോട്ടിറങ്ങി അധികാരത്തിൻ്റെ ആ ശീതളിമയിലേക്ക് പോകുന്നു. സത്യത്തിൽ ഇതൊരു പരസ്പര വിരുദ്ധമായി പലപ്പോഴും തോന്നാറുണ്ട്. വഞ്ചന. ശരി, നമുക്ക് അവിടെ തുടങ്ങാം. അപ്പം ഇതിൽ ഈ ഭാഗത്ത് ഞാൻ യോജിക്കുന്നു. കാരണം ഞാനും കണ്ടിട്ടുണ്ട് പുള്ളിയുടെ. ഞാൻ ഒരു ചോദ്യം ഗോസ്വാമിയുടെയാണെന്ന് എനിക്കറിയാം. അദ്ദേഹത്തോട് ചോദിക്കുന്നു, നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങും? ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ മനുഷ്യൻ്റെ പശ്ചാത്തലം നമ്മൾ എടുക്കണം. ഇയാളൊരു സിവിൽ സർവീസ് ഓഫീസർ, IRS ഉദ്യോഗസ്ഥനായിരുന്നു. ഇന്ത്യൻ അക്കൗണ്ട്സ് സർവീസിലും മറ്റുമായിരുന്നു, ഇൻകം ടാക്സ്. ഇയാൾ അവിടെ നിന്ന് ഏതൊരു ഉത്തരവാദിത്വമുള്ള, അതായത് സാമൂഹിക കമ്മിറ്റ്മെൻറ്റുള്ള ഉദ്യോഗസ്ഥനെയും പോലെ ഇയാൾ ഈ നമ്മുടെ സമൂഹത്തിലെ അഴിമതി സിസ്റ്റം കണ്ടിട്ട് ഇയാൾ രംഗത്തിറങ്ങും. അപ്പോൾ ഇയാൾ സർവീസിൽ അധികകാലം ഉണ്ടായിരുന്നില്ല, 10 വർഷമോ 12 വർഷം ഉണ്ടായിരുന്നു. ഇയാളുടെ ഈ കാലയളവിൽ രാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസ് ആണ്. അതെ, UPA സർക്കാരാണ് അതിന് മുമ്പ് തുടങ്ങിയെങ്കിലും. അതെ. അപ്പോൾ അഴിമതിയുടെ കൊടുമുടിയിലാണ് അന്ന് UPA സർക്കാർ എത്തിയത്. അത് മൻമോഹൻ സിംഗിനെയോ കുറ്റം വന്നിട്ട് കാര്യമില്ല. ചിദംബരം അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ, അല്ലെങ്കിൽ രാജയെ പോലുള്ള ഘടകകക്ഷികളാണ്. അപ്പോൾ നമ്മൾ എന്തിനേറെ അങ്ങോട്ട് പോകുന്നു? ഉമ്മൻചാണ്ടിയെ പോലൊരു നീതിമാനായ മനുഷ്യന് ഒരു വശത്ത് കുഞ്ഞാലിക്കുട്ടി, മറുവശത്ത് മാണി ഇരുന്ന് ചെവി തിന്നത് കൊണ്ട് ഭരിക്കാൻ പറ്റിയില്ല. അതെ. അപ്പോൾ പിന്നെ ഈ ഒരു കൂട്ടുമുന്നണിയുടെ കാര്യം പറയേണ്ട കാര്യമില്ല. അതെ. അപ്പോൾ ഇയാൾ ഇറങ്ങുമ്പോൾ വ്യക്തി എന്ന നിലയിൽ അയാൾ ആഗ്രഹിക്കുന്നത് താൻ ഇതിനെ ഒരു മൂവ്മെന്റിനെ നേതൃത്വം കൊടുത്ത് ഇവിടെ അഴിമതി തുറച്ചു നീക്കുന്ന നല്ല ഗവേണൻസ് എന്നുള്ളതാണ് പറയുന്നത്. അല്ല, അയാൾ അതിനുവേണ്ടി രംഗത്തിറങ്ങുന്നു. അണ്ണാ ഹസാരെ കൂട്ടുപിടിക്കുന്നു, അണ്ണാ ഹസാരയുടെ ഇമേജ് ഉപയോഗിക്കുന്നു. ഇതൊരു വലിയ മൂവ്മെന്റായി മാറുന്നു. പക്ഷെ ആ സമയത്താണ് ഇയാളെന്നൊക്കെ പറയുന്നത്. ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മൾ ഈ പരിണാമം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മുടെ നാട്ടിലെ EMS അടക്കമുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും ഒരു കാലത്ത് കോൺഗ്രസ് ആയിരുന്നു. അതെ. ഇപ്പോൾ ഈ ബംഗാളിലെയും ത്രിപുരയിലെയും പാർട്ടി സെക്രട്ടറിമാരടക്കമുള്ളവർ ഇപ്പം BJP ആണ്. അതെ. ഇവിടെ നമ്മുടെ അബ്ദുള്ളക്കുട്ടി കോൺഗ്രസും BJPയും CPM ആയി. അപ്പം പരിണാമം എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ വലിയ SFI കാരനായിരുന്നു. ഞാൻ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ ജേർണലിസം പഠിക്കുമ്പോൾ CPM വധിക്കാൻ ഞാനേ ഉള്ളൂ. അന്ന് നിങ്ങളുടെ നേതാവ് സുരേഷ് വെള്ളിമംഗലം എത്രയോ കാലമായിട്ട് CPM യൂണിയന്റെ നേതാവാണ്, ദേശാമേണ്. സുരേഷ് വാ തുറക്കത്തില്ലായിരുന്നു. എൻ്റെ കൂടെ പഠിച്ച സുരേഷ്. ഈ സുരേഷൊക്കെ ഇന്നിങ്ങനെ ബഹളം വെക്കുമ്പോൾ സുരേഷ് അത് വാ തുറന്നിട്ടില്ല. പക്ഷെ കാലം മാറുമ്പോൾ, മനുഷ്യന് വിവേകം ഉണ്ടാവുമ്പോൾ, ബുദ്ധി ഉണ്ടാവുമ്പോൾ മനുഷ്യരോട് മാറ്റം വരും. അപ്പം ഞാൻ എൻ്റെ കുറേ ബഹളം വെക്കുമായിരുന്നു പണ്ടൊക്കെ. ഇപ്പം ഞാൻ കുറച്ച് ബഹളം കുറഞ്ഞു. അപ്പം ആ അർത്ഥത്തിൽ ഇയാൾ ഇതിലേക്ക് ഇറങ്ങി അഴിമതിക്കെതിരെ പോരാടി ഈ സംഘടനാ സംവിധാനം കൊണ്ട് കാര്യമില്ല എന്ന് കരുതി അയാൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചാൽ, അയാൾ വ്യക്തിപരമായി അഴിമതി നടത്താത്തിടത്തോളം കാലം നമുക്ക് എങ്ങനെ കുറ്റം പറയാമെന്നാണ് എൻ്റെ ആദ്യത്തെ ഇതിനുള്ള ഉത്തരം. അത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, അദ്ദേഹം ശരി ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങുന്നു അദ്ദേഹം. പക്ഷെ അന്ന് പ്രശാന്ത് ഭൂഷണെ പോലെയുള്ള, അല്ലെങ്കിൽ യോഗേന്ദ്ര യാദവിനെ പോലുള്ള മിടുക്കന്മാർ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് ഇവരാരെയും കൂട്ടാതെ അദ്ദേഹം പിന്നീട് തിരഞ്ഞെടുത്ത ഒരു ടീം, അത് രാഷ്ട്രീയത്തിലേക്ക് വരാൻ തിരഞ്ഞെടുത്ത ടീം ശരിയായിരുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഒരു കെജ്രിവാൾ ഫാനൊന്നുമല്ല. അതെ. എന്ന് മാത്രമല്ല, കെജ്രിവാൾ ഒരു പരിധിവരെ ഓട്ടോക്രാറ്റ് ആണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മറ്റൊരു പിണറായി മാറിക്കൊണ്ടിരിക്കുന്നു. ആ കാര്യത്തിൽ എനിക്ക് സംശയമില്ല. നമ്മുടെ നാട്ടിലെ സക്സസ്ഫുൾ രാഷ്ട്രീയക്കാരൊക്കെ അവരെന്ത് ഗാന്ധിസം പറഞ്ഞാലും അവരൊരു പരിധിവരെ ഓട്ടോക്രാറ്റുകളാണ്. അതിപ്പം ഞാൻ പിന്തുണയ്ക്കുന്ന 2020 കിറ്റക് സാബും ഓട്ടോക്രാറ്റാണ്. ജനാധിപത്യം ഒരു വശത്തുണ്ടെന്നേ ഉള്ളൂ.
പക്ഷേ അതിൻ്റെ ഒരു കുഴപ്പം നമ്മുടെ ഈ സാമൂഹിക സെറ്റപ്പിൽ ഈ ഓട്ടോക്രാറ്റുകളെ സ്നേഹിക്കുന്ന ജനതയാണ്. ഇപ്പം നരേന്ദ്രമോദിയെ മാത്രം മോദി 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 എന്നാണ് പറയുന്നത്. മോദിയുടെ ഗ്യാരണ്ടി എന്നാണ് പറയുന്നത്. BJPയുടെ ഗ്യാരണ്ടി എന്നല്ല പറയുന്നത്. അപ്പോൾ ഒരു പരിധി വരെ ഓട്ടോക്രസി അല്ലേ? പിണറായിയുടെ സർക്കാർ എന്ന് ഒരിക്കലും CPM-ൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പിണറായി സർക്കാരിനെ പരസ്യം ചെയ്യും. നമ്മുടെ കാശ് എടുത്തവർ പിണറായി സർക്കാർ എന്നാ, ഇടത് സർക്കാർ LDF സർക്കാർ എന്ന് പറയത്തില്ല. CPM. അപ്പം ആ ഒരു പരിധി വരെ ഇപ്പം യോഗേന്ദ്ര യാദവോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ പ്രശാന്ത് ഭൂഷണോ ഒക്കെ ഇതിൻ്റെ ഒരു പ്രോബ്ലം തന്നെ. ഞാൻ ഒരുപാട് ഈ സമാന്തര പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്, പ്രത്യേകിച്ച് ഗാന്ധിയൻ പ്രസ്ഥാനങ്ങൾ. ഇവരൊക്കെ ഇതിൽ ഭൂരിപക്ഷം വരും ഉട്ടോപ്യൻ ലോകത്ത് ജീവിക്കുന്നവരാണ്. അതാണ് എൻ്റെ പോയിന്റ്. അപ്പൊ ഈ പ്രായോഗിക രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇവർക്കാർക്കും വശമില്ല. കേജ്രിവാളിനറിയാം പ്രായോഗിക രാഷ്ട്രീയത്തിൽ തന്ത്രങ്ങളുണ്ട്, സൂത്രങ്ങളുണ്ട്, വെട്ടുണ്ട്, ചവിട്ടിക്കൊണ്ട് ഔട്ടുണ്ട്, കുഴിച്ചുമൂടലുണ്ട്, അവനെ ജയിക്കൂ. അപ്പം ഇതൊക്കെ പറയുമ്പോഴും ഇയാൾ ഒരു തന്ത്രജ്ഞനായിരുന്നത് കൊണ്ട് അവർക്കൊന്നും ഇയാളെ, കാരണം ഓവർ ജനാധിപത്യം, ഭയങ്കരമായ ജനാധിപത്യത്തിൽ പോയൊന്നും ഒരു പ്രസ്ഥാനം ഓടത്തില്ല. അപ്പോൾ പുള്ളി ചവിട്ടിക്കാണും വെട്ടിക്കാണും. ഞാൻ പുള്ളി ന്യായീകരിക്കുന്നില്ല, ചവിട്ടിക്കാണും വെട്ടിക്കാണും ഒതുക്കിക്കാണും. ഞാൻ ആ ഭാഗത്ത് നിങ്ങളോട് യോജിക്കും, നിങ്ങളുടെ വാദം ശരിയാണ്. അതെ, പക്ഷെ അത് നമ്മുടെ രാഷ്ട്രീയത്തിൽ വലിയ കുറ്റമാണോ? നമ്മുടെ രാഷ്ട്രീയത്തിൽ കുറ്റമല്ല, പക്ഷെ ഇതിനൊക്കെ തിരുത്താൻ ഇറങ്ങിയ ഒരാളാണ് ഇവർ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിഷയം. അധികാരം വേണമല്ലോ. വേണം, അധികാരമുണ്ട്, ചുവരുണ്ടെങ്കിലല്ലേ ചിത്രം എഴുതാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അദ്ദേഹം ആദ്യം മുഖ്യമന്ത്രിയൊക്കെ വരുന്നു, അദ്ദേഹം പറഞ്ഞ വാഗണാർ കാറാണ് ഉപയോഗിക്കുന്നത്, ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ താമസിക്കുന്നു എന്ന് പറഞ്ഞ ഇതേ ആള് പിൽക്കാലത്ത് നമ്മൾ അദ്ദേഹം ഉപയോഗിക്കുന്ന കാറെന്ന് നമ്മൾ കണ്ടു. ഏതാ കാർ? ഞാൻ ഇന്നോവ ക്രിസ്റ്റ മറ്റുമാണ്, വലിയ ആഡംബര കാർ തന്നെയാണ്. ഇപ്പം മാത്രം അതിൻ്റെ ഔദ്യോഗിക വസതി 45 കോടി മുടക്കിയാണ് അത് പിന്നെ പുനർനിർമ്മാണം നടത്തിയത്. അവിടുത്തെ വിൻഡോ കർട്ടന് പോലും ലക്ഷങ്ങളായി. നമ്മുടെ ക്ലിഫ് ഹൗസിലെ വിൻഡോ കർട്ടൻ്റെ വേറെ പതിപ്പാണ് അവിടെ. ക്ലിഫ് ഹൗസിൽ വിൻഡോ കർട്ടൻ എത്ര ലക്ഷം രൂപയാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ ഇവർ പറഞ്ഞ തത്വങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നതായിട്ടാണ് സത്യത്തിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഇക്കാര്യം എനിക്ക് നിശ്ചയമില്ല. അങ്ങേരെ ആഡംബര ജീവിതം തിരഞ്ഞെടുത്തെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. ആ ആരോപണം, ഞാനിപ്പോൾ ഈ പുറത്തേക്ക് വരുന്ന ആരോപണങ്ങളെല്ലാം എത്രമാത്രം ശരിയാണെന്ന കാര്യം നമുക്ക് ഉറപ്പൊന്നുമില്ല. അതെ, അങ്ങനെ ആരോപണങ്ങൾ. അപ്പം ഇത് തീർച്ചയായും എത്ര 100 കോടി അങ്ങനെ മുടക്കി ഞാനും കേട്ടു. ഒരു പക്ഷേ എൻ്റെ ഒരു നിഗമന വാദമല്ല, ഒരു പക്ഷേ ഇപ്പം മുഖ്യമന്ത്രിയുടെ വസതി എന്ന് പറഞ്ഞ് ഇദ്ദേഹം സൃഷ്ടിച്ചതല്ല, അതുപോലുള്ള വസതിയാണ്. ആ മുഖ്യമന്ത്രി ഇപ്പം ക്ലിഫ് ഹൗസിനും അത് ബാധകമാണ്. അപ്പം ആ വസതി ഇപ്പം നമ്മുടെ ക്ലിഫ് ഹൗസിന് കാര്യം എടുക്കുക. ഇപ്പം ക്ലിഫ് ഹൗസ് പിണറായി സൃഷ്ടിച്ചതല്ല, പണ്ട് പോലെ സാഹിബിൻ്റെ അടുത്തുള്ളതാണ്. അപ്പോൾ ഈ ക്ലിഫ് ഹൗസ് വളരെ പഴയ കെട്ടിടമായതുകൊണ്ട് അത് മുഖ്യമന്ത്രിയുടെ അക്കൗണ്ടിൽ പെടുത്താതെ അതൊരു ഇടവേളയിൽ മുഴുവൻ പുതുക്കി പണിതായിരുന്നെങ്കിൽ നമുക്ക് ഖജനാവിൽ ഇത്ര നഷ്ടം വരത്തില്ല. ഇത് പ്രശ്നം എന്നാ വരുന്നതെന്ന് വെച്ചാൽ ഓരോ തവണയും കർട്ടൻ മാറിയും അത് മാറിയും ഇത് മാറി ഇങ്ങനെ കോടികൾ മുടക്കി അത് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊരിക്കലും ഏച്ച് കെട്ടിയാൽ തീരത്തില്ല എന്ന് പറഞ്ഞ മാതിരി അത് മുഴച്ചു കിട്ടുമെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഒരു പക്ഷേങ്കിലും വർഷങ്ങളായി കിടന്നിരുന്ന ഒരു വീട് ശരിയാക്കിയെടുത്താവാം. അല്ലാതെ 100 കോടി, ഇനി അഥവാ അങ്ങനെയല്ല, ഇങ്ങേർക്ക് ആഡംബര ജീവിതത്തിന് വേണ്ടി ഇങ്ങേരെ 100-150 കോടി രൂപ മുടക്കി ഇത് ശരിയാക്കിയെടുത്ത തെറ്റ് തന്നെയാണ്. പക്ഷെ ഞാനിപ്പോഴും എനിക്കത് കൺവിൻസ്ഡ് ആയിട്ടില്ല. കാരണം കൺവിൻസിംഗ് ആയിട്ട് ആരും എന്നോടത് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടില്ല. മാധ്യമങ്ങളിലൊരു ആരോപണമാണ്. ആയിക്കോട്ടെ, അപ്പോൾ അത് നമ്മുടെ മാധ്യമങ്ങൾ എന്തെല്ലാം വരുന്നു. അപ്പം എനിക്ക് അതുകൊണ്ട് അത് അത്രമാത്രം, അതേസമയം അങ്ങനെയാണെങ്കിൽ തീർച്ചയായും തെറ്റാണ്. പക്ഷേ അങ്ങനെ ഒരു ഉളുപ്പില്ലാതെ ആഡംബര ജീവിതത്തിന്, ഇപ്പം നിങ്ങൾ വാഹനത്തിൻ്റെ കാര്യം പറഞ്ഞു, അങ്ങേർക്ക് അത്യാഡംബര എനിക്ക് ഉറപ്പില്ല. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഞാൻ അത് ശരിയല്ല, അത് മാതൃകാപരമല്ലെന്ന് പറയാം. പക്ഷേ അതുകൊണ്ടൊക്കെ ഇപ്പോൾ ഇദ്ദേഹത്തെ പിടിച്ച് ജയിലിടേണ്ട അവസ്ഥയുണ്ടോ? ഇല്ല, അതില്ല. ഞാൻ പറയുന്നത് പലപ്പോഴും ഇവരുടെ എല്ലാ നിലപാടുകളിലും 2 രീതിയിൽ ഇവർ കാണുന്നു എന്നുള്ളതാണ് ഞാൻ പലപ്പോഴും ഇതിൽ കാണുന്ന ഒരു പ്രശ്നം. ഞാൻ ഈ കേജ്രിവാളെ തീർത്തും എതിർക്കുന്ന ഒരാളോ അദ്ദേഹം മോശം പറഞ്ഞ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ മാത്രമല്ല, ഇപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം, അദ്ദേഹം ജയിലിൽ കിടക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് ഓരോരോ ഓർഡറുകൾ ഇറങ്ങുന്നു. കഴിഞ്ഞ ദിവസം ജലസേചനവുമായി ബന്ധപ്പെട്ട് ഒരു ഓർഡർ ഇറങ്ങി. ഇന്ന് ആരോഗ്യവകുപ്പിൽ അടുത്ത ഓർഡർ ഇറങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇത് ജയിലിൽ കിടക്കുന്ന അദ്ദേഹത്തിന് ആ കയ്യിൽ കമ്പ്യൂട്ടറോ പ്രിൻ്ററോ ഒന്നും ഇല്ലാതെ ഈ ദിവസം ഇതിങ്ങനെ ഇറങ്ങുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരുപാട് സംശയകരമാണ് ഈ സാഹചര്യങ്ങൾ. അല്ലാതെ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് തന്ത്രങ്ങളാണ്. ആ തന്ത്രങ്ങളിലൂടെയാണ് മോദി അധികാരത്തിലെത്തിയത്. ഇദ്ദേഹം നല്ല തന്ത്രക്കാരനാണ്. അപ്പോൾ ഇദ്ദേഹം മോദിയെ തോൽപ്പിക്കുന്ന തന്ത്രക്കാരനാണ്. അപ്പം ജയിലിൽ കിടന്നുകൊണ്ട് ഉത്തരവിറക്കിയാൽ അത് ജയിലധികാരിയുടെ വീഴ്ചയാണ്. എന്തായാലും ജയില് ഡൽഹി സർക്കാരിൻ്റെ നിയന്ത്രണത്തിലല്ല. അത് സംശയമാണ്. കാരണം ഡൽഹിയിൽ ആഭ്യന്തര വകുപ്പ്
കേന്ദ്രം തന്നെയാണ് അങ്ങനെ നോക്കുന്നത്. ജയിൽ അങ്ങനെ ആവും. ജയിലിൽ അങ്ങനെ ആവാൻ സാധ്യതയില്ല. പക്ഷേ നേരത്തെ സത്യേന്ദ്ര ജെയിൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു മന്ത്രി ജയിലിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിന് മറ്റേ മസാജ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇതിലേക്ക് സംശയമുണ്ട് അക്കാര്യത്തിൽ. പക്ഷേ ആഭ്യന്തര വകുപ്പ് കേന്ദ്രത്തിൻ്റെതാവുമ്പോൾ ജയിൽ സംസ്ഥാനത്തിൻ്റെതാവുമ്പോൾ ചീഫ് സെക്രട്ടറി അവരുടെ അതെ അല്ല, പോലീസ് അവരുടെ അല്ല, ഒന്നുമല്ല. അപ്പൊ പിന്നെ ജയിൽ അവരുടെ എനിക്കറിയില്ല, നമ്മളത് പരിശോധിക്കണം. അപ്പം അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അന്വേഷിക്കേണ്ടതാണ് ജയിലിൽ കിടക്കുന്നവരെങ്കിലും. ഞാൻ മനസ്സിലാക്കുന്നത് ഈ നാടകം കളിക്കാനും അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ, വോട്ട് തെറ്റിദ്ധരിപ്പിക്കലല്ല, വോട്ട് പിടിക്കാനും ജനപ്രീതി ഉണ്ടാക്കാനും പാവങ്ങളെ ഭയങ്കര മിടുക്കനാണ്. അതെ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ പ്രതീക്ഷിച്ച് ഒരുപക്ഷെ ഓർഡറുകളെല്ലാം ശരിയാക്കി ഒപ്പിട്ട് വെച്ചിട്ട് പോകുന്നതായിരിക്കാം. അപ്പം ഡേറ്റ് മാത്രം ഇട്ട് വരുന്നതാവാം. അപ്പം ഇതൊക്കെ ഗിമ്മിങ്സ്. ഞാൻ പറഞ്ഞത് ഇപ്പം ആരിഫ് എന്ന് പറയുന്ന മുസ്ലിം വിശ്വാസിയായ ഇടത് നേതാവ്, അയാൾ നേരത്തെ പറഞ്ഞിരുന്നത് ഞങ്ങൾ ഒരു ആഹ്വാനം നടത്തിയാൽ SFI പിള്ളേർ കൂട്ടത്തോടെ വന്ന് ശബരിമല കയറുമെന്നാണ്. അങ്ങനെ പറഞ്ഞിരുന്ന ആൾ ഇന്ന് പല ക്ഷേത്രങ്ങളിലും പോയി ദർശനം നടത്തുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. അപ്പം തോമസ് ഐസക് ഈ മനുഷ്യൻ പത്തനംതിട്ടയിലെ സകല അരമനകളും കയറി നടക്കുവാണ്. എൻ്റെ പെങ്ങൾ ഒരു മഠത്തിൻ്റെ, ഈ പത്തനംതിട്ട മണ്ഡലത്തിൽപ്പെടുന്ന ഒരു മഠത്തിലെ മദറാണ്. അവിടെയും ചെന്ന് കന്യാസ്ത്രീകൾക്കെല്ലാം മറ്റേ എൻ്റെ പെങ്ങളോട് ചെന്നിട്ട് ആ മഠത്തിൽ ചെന്നിട്ട് തോമസ് ഐസക് പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞത്. വോട്ടല്ല ചോദിച്ചത്, പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞത് ഈ കാപട്യം, വോട്ടിന് വേണ്ടിയുള്ള കാപട്യം എല്ലായിടത്തും ഉണ്ട്. അപ്പം അതൊന്നും ഇല്ലാതിരുന്ന എങ്ങനെ ആവും എന്നുള്ളത് കൊണ്ടുള്ള ഒരു അഭ്യാസമാണ്. ഒരു പക്ഷെ നമ്മൾ കെജ്രിവാളിൽ ഓവർ പ്രതീക്ഷ അർപ്പിച്ചിരിക്കാം നേരത്തെ ഈ പറഞ്ഞതുപോലെ, ഇവരെല്ലാം തള്ളിക്കൊണ്ടുള്ള ആളാണെന്ന്. പക്ഷെ നമ്മുടെ യഥാർത്ഥ വിഷയം ഇതൊക്കെ ഒരു പൊളിറ്റിക്കലിലെ ഹിപ്പോക്രസിയുടെ ഭാഗമാണ്. അത് വലിയ വിഷയങ്ങളില്ല. നമ്മുടെ യഥാർത്ഥ വിഷയം എന്ന് പറയുന്നത് രണ്ടാണ്. ഒന്ന്, കെജ്രിവാൾ അഴിമതിക്കാരനാണോ? രണ്ട്, കെജ്രിവാൾ രാജ്യദ്രോഹിയാണോ? ഇപ്പം പറഞ്ഞിരിക്കുന്നത് അതൊന്നും പന്നു മറ്റേ ഖാലിസ്ഥാൻ നേതാവ് പന്നു പറയുന്ന ഒരു ഭീകരനെ വെറുതെ വിടുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപ വാങ്ങിയെന്നാണ് അയാൾ ആരോപിക്കുന്നത്. അതെ. പക്ഷെ അത് തീർത്തും ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ല, അവിടെയാണ് ഈ പന്നു പണം വാങ്ങിയെന്ന് വിവാദം മാത്രം നമ്മൾ എടുക്കുക. ഈ പന്നുവിനോട് പണം വാങ്ങി ഒരു ഭീകരനെ വിട്ടയക്കാം എന്ന് പറഞ്ഞ ആരോപണം, ഈ ആരോപണം ഇന്നിപ്പോൾ എനിക്ക് ധാരാളം സംഘപരിവാറുകാർ ഈ വാർത്ത അയച്ചു തന്നു, പന്നുവിന് വീഡിയോ അയച്ചു തന്നു. എനിക്ക് അവരോടൊക്കെ പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളുടെ ഒരു ആദർശ പുരുഷൻ അല്ലെങ്കിൽ മോട്ടിവേഷണൽ സ്പീക്കർ ഈ പന്നു ആയതിൽ എനിക്ക് സഹതാപമുണ്ട്. കാരണം രാജ്യം കണ്ട ഏറ്റവും വലിയ വൃത്തികെട്ടവനാണ് ഈ പന്നു. ഇന്ത്യ തകർക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാമോ, 2 അമേരിക്കയുടെയും കാനഡയുടെയും പൗരത്വമുണ്ട്. ഇന്ത്യ തകർക്കാൻ വേണ്ടി കൊട്ടേഷൻ എടുത്ത് നടക്കുന്ന ആളാണ്. ലോക ക്രിക്കറ്റ് നടക്കുമ്പോൾ അയാൾ അങ്ങോട്ട് എന്തോ ആക്രമണം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതുപോലെ ഏതോ ഒരു ഡേറ്റ് പറഞ്ഞിട്ട് ആ ഡേറ്റിൽ എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ തട്ടിക്കൊണ്ടു പോകുന്നു പറഞ്ഞു. അങ്ങനെ ഏതെല്ലാം അർത്ഥത്തിൽ ഇന്ത്യയെ തകർക്കാമോ അതെല്ലാം പറഞ്ഞു നടന്ന് വൃത്തികെട്ടവനാണ്. ആ വൃത്തികെട്ടവൻ്റെ ഒരു വാക്കാണ് അവൻ പറഞ്ഞു, ഒന്നും നടന്നില്ലേ. യാതൊരു വിശ്വാസമില്ലാത്ത ഒരാളുടെ വാക്ക് ഒരിക്കലും നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. ആ വൃത്തികെട്ടവൻ പറയുകയാണ് അവൻ കാശ് കൊടുത്തു, കെജ്രിവാളിന് കാശ് കൊടുത്തു. എൻ്റെ ഒരു ചോദ്യമുണ്ട്, 2 ചോദ്യങ്ങൾക്കുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ഒന്ന്, ഈ കെജ്രിവാൾ അത്രയ്ക്കും പൊട്ടനാണോ? ഒരിക്കലും അല്ല. ഒരു ഭീകര ഖാലിസ്ഥാൻവാദിയുടെ അടുത്ത് പോയി കാശ് വാങ്ങുക, കൂടിക്കാഴ്ച നടത്തുക, അവരുടെ സഹായം തേടുക എന്ന് പറയാൻ മാത്രം പൊട്ടനാണെങ്കിൽ, മാത്രമല്ല ജയിൽ തുറന്ന് വിടാനും പറ്റൂലല്ലോ. അതാണ്. അല്ല, അങ്ങനെ ആണെങ്കിൽ ഇയാൾ അത്രയും പൊട്ടനായിരുന്നു, ഇയാൾ 2 സ്റ്റേറ്റ് പിടിക്കത്തില്ല. ഈ 10 വർഷം കൊണ്ട് 2 സ്റ്റേറ്റ് പിടിക്കത്തില്ല. 2, ഇനി ഇത്തരം കള്ളത്തരം കാണിക്കുന്നവർ ഒരിക്കലും തെളിവ് വെച്ചുകൊണ്ടല്ല കാശ് മേടിക്കുന്നത്. 3, നിങ്ങൾ ചോദിച്ച ചോദ്യം തന്നെ, ഇയാളുടെ കീഴിലല്ലല്ലോ ജയില്. അതൊരു ഭീകരൻ, ഒരു കുറ്റകൃത്യം 93-ലെ ബോംബ് സ്ഫോടനത്തിൽ 9 പേർ കൊല്ലപ്പെട്ട കേസിൽ വിചാരണ നടത്തി ശിക്ഷിക്കപ്പെട്ട ഒരു ഭീകരനെ വിട്ടയക്കാൻ കാശ് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായ അധികാരമില്ല. 2, വിട്ടയക്കാം എന്ന് വാക്ക് കൊടുക്കുക. 1, അയക്ക് വിട്ടയക്കാൻ അധികാരമില്ല. അത്രയും പൊട്ടനൽ. ഇനി അടുത്ത ചോദ്യം, ഈ പന്നു ഇന്ത്യ തകർക്കാൻ നടക്കുന്ന ആളാണ്. കേജ്രിവാളും ഇവർ പറയുന്നതനുസരിച്ച് ഇന്ത്യ തകർക്കാൻ നടക്കുന്ന ആളാണ്. ഇന്ത്യ തകർക്കാൻ വേണ്ടി ഭീകര സംഘടനയിൽ നിന്ന് പണം കൈപ്പറ്റുന്ന ആളാണ് കേജ്രിവാൾ, അല്ലേ? അങ്ങനെ ഇന്ത്യ തകർക്കാൻ വേണ്ടി ഭീകര സംഘടനയിൽ നിന്ന് പണം കൈപ്പറ്റി ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന 2 പേര് എന്തിനാണ് ഒറ്റി കൊടുക്കുന്നത്? അത് കൃത്യമാണ്, അല്ലേ? പന്നു എന്തിനാണ് കേജ്രിവാളിന് ഒറ്റ കൊടുക്കുന്നത്? അപ്പം ചിലർ പറഞ്ഞു, പന്നുവിന് വില കൊടുത്ത വാക്ക് പാലിച്ചില്ല. അതായത് ഭീകരനെ വിട്ടയക്കാമെന്ന് പറഞ്ഞ് വാക്ക് പാലിച്ചില്ല. വാക്ക് കൊടുക്കാനും പറ്റില്ല. അത്രയും പൊട്ടനാണോ പന്നു? അതായത് നടക്കാത്ത കാര്യത്തിന് 136 കോടി രൂപ കൊടുക്കുക.
അത് നമ്മുടെ നാട്ടിൽ ചില രാഷ്ട്രീയ നേതാക്കന്മാർ വെറുതെ ആരോപണം ഉന്നയിക്കും, അതിന് തെളിവുണ്ടെന്ന് പറയുമല്ലോ. അതുപോലെ 150 കോടി രൂപ ട്രക്കിൽ കർണാടകയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് പറഞ്ഞില്ലേ അതെ നമ്മുടെ സതീശൻ. ഇതുപോലെ അടിക്കുന്ന ഒരു ആരോപണം, ഈ ആരോപണം പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ വേറൊരു കുഴപ്പം കൂടിയുണ്ട്. അതായത് ഇവർ കെജ്രിവാളിനെ പിടിച്ച് ജയിലിൽ അടച്ചിരിക്കുക. കെജ്രിവാളിനെ ജയിലിൽ അടയ്ക്കാൻ നേരത്ത് കെജ്രിവാൾ അതിൻ്റെ തലേ ദിവസം ഡൽഹി ഹൈക്കോടതി കൊണ്ടുപോയി അറസ്റ്റ് തടയണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കോടതി പറഞ്ഞത് അറസ്റ്റ് ചെയ്യണോ വേണ്ടയോ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല, ഇതുവരെ കെജ്രിവാളിനെ പ്രതി ചേർത്തിട്ടില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു. ഞങ്ങൾ ചോദ്യം ചെയ്യാൻ വിളിച്ചു, ഇയാൾ വന്നില്ല, കോടതി പോകൂ എന്ന് പറയുന്നു. ഈ പറയുന്ന പന്നു ഇത് ആദ്യമല്ല പന്നു ഇത് പറയുന്നത്, ഇതിനു മുമ്പും പന്നു പറഞ്ഞിട്ടുണ്ട് കേജ്രിവാൾ കാശ് മേടിച്ചിട്ടുണ്ടെന്ന്. അപ്പം എൻ്റെ ചോദ്യം, ഈ മുമ്പേ പന്നു പറഞ്ഞിട്ടുള്ള ഈ ഒരു സംവിധാനം അന്വേഷിക്കാനോ കണ്ടെത്താനോ കഴിവില്ലാത്തവരാണോ ഇന്ത്യ ഭരിക്കുന്നത്? നമ്മളെ NIA ഉൾപ്പെടെയുള്ള ഏജൻസികളുള്ളപ്പോൾ എന്തുകൊണ്ട് ഇവർ ഈ വിശ്വസനീയമല്ലാത്ത മദ്യനയത്തിന് വേണ്ടി കേസെടുക്കുമ്പോൾ, ഞാൻ ചോദിക്കട്ടെ, 1 രൂപ 136 കോടി വേണ്ട, 1 രൂപ പന്നുവിൽ നിന്നോ ഖാലിസ്ഥാൻ ഭീകരവാദികളിൽ നിന്നോ മേടിച്ചു എന്നോ, ഇനി വേണ്ട ഈ ഖാലിസ്ഥാൻ ഭീകരവാദികളെ വിദേശത്ത് വെച്ച് കണ്ടു എന്നോ ഒരു തെളിവുണ്ടായിരുന്നെങ്കിൽ അവരെന്തുകൊണ്ട് ഇതുവരെ കേസെടുത്തില്ല? എന്തുകൊണ്ട് അതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തില്ല? എന്തുകൊണ്ട് ഇപ്പോഴും അത് പറയുന്നില്ല? ഒരു കാര്യം ആലോചിക്കണം, വിദേശ രാജ്യത്ത് നമ്മുടെ ശത്രുക്കളെ വിദേശ രാജ്യത്ത് പോയി നമ്മൾ തട്ടിക്കളയുന്നു എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതെ, ഈ ഖാലിസ്ഥാൻ ഭീകരവാദികളും എത്രയോ പേര്, ഈ മറ്റേ കശ്മീരി ഭീകരവാദികളും എത്രയോ പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഈ നമ്മുടെ രാജ്യവും കാനഡയും തമ്മിൽ തർക്കമുണ്ടായിരിക്കുന്നത് അവിടെ ഒരുത്തൻ കാറിൽ വെടിയേറ്റ് മരിച്ചിട്ടാണ്. അതെ, ഇതൊക്കെ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം ചെയ്യുന്നതാണെന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ നേതാവ് അവിടെ പോയി ഭീകരവാദികളോട് കൂടിക്കാഴ്ച നടത്തിയിട്ട് അത് കണ്ടെത്താൻ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നാണക്കേട്. ഇനി ഇത് കഴിഞ്ഞിട്ടും ഇവിടെ രാജ്മോഹൻ അറിയാം, ടൈംസ് ഓഫ് ഇന്ത്യക്ക് അറിയാം, ഇവിടെയുള്ള സകല സംഘപരിവാർ അനുയായികൾക്കറിയാം. എനിക്കൊരു 100 പേരിട്ട് തന്നു, കണ്ടോ ഷാജ കണ്ടോ എന്ന് ചോദിച്ച്. ഇവർക്കൊക്കെ അറിയാം, പക്ഷെ NIAക്ക് അറിയില്ല, ഇന്ത്യ ഗവൺമെൻറ്റിന് അറിയില്ല. അത് കഷ്ടമാണ്. അത് കഷ്ടമാണ്. അത് ഞാൻ അംഗീകരിക്കുന്നു. കാരണം ഈ പന്നുവിനെ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല, അയാൾ പറഞ്ഞ സത്യമാകാനുള്ള യാതൊരു സാധ്യതയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തിൽ എനിക്ക് ശ്രദ്ധ ക്ഷണിക്കാനുള്ളത്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇപ്പം അദ്ദേഹം ജയിലിലാണല്ലോ. അപ്പോൾ ഇത് സംബന്ധിച്ച പത്രസമ്മേളനം അദ്ദേഹത്തിൻ്റെ സന്ദേശം വൈകുന്നേരത്തിൻ്റെ സഹധർമ്മിണിയാണ്. അവർക്ക് രാഷ്ട്രീയമായി അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അത് ഒരു പക്ഷേ തൻ്റെ പിൻഗാമിയായി അദ്ദേഹം ഇവരെ തന്നെ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരുന്നോ എന്ന് സ്വാഭാവികമായി ആരെങ്കിലും സംശയിച്ചാൽ അവർ കുറ്റപ്പെടുത്താൻ കഴിയുകയില്ല. പണ്ട് ലാലു പ്രസാദ് ജയിലിൽ കിടന്നപ്പോൾ റാബ്രി ദേവിയെ മുഖ്യമന്ത്രിയാക്കി എന്നുള്ളതുപോലെ ഒരു പക്ഷേ ഇത് ഒരു നിയമപ്രശ്നത്തിലേക്ക് പോവുകയും ഇദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം തുടരാൻ കഴിയാതെയും വന്നാൽ ഇവരെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ടുള്ള ഒരു ബദൽ സംവിധാനം ആണോ എന്ന് സ്വാഭാവികമായെങ്കിലും സംശയിച്ചു. അല്ല, അത് വരട്ടെ, വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിനെ എതിർക്കാം. ഇപ്പോൾ പക്ഷെ ജയിലിൽ കിടക്കുമ്പം ഭാര്യ എന്നതിൽ അവർക്ക് അതിന് പ്രതികരിക്കാം. കാരണം പോലീസും സംവിധാനങ്ങളും അടുത്ത ബന്ധുക്കളോട് മാത്രമേ വിവരം പറയൂ. അതെ, ഇപ്പൊ കൂടിക്കാഴ്ചയ്ക്ക് പോലും ബന്ധുക്കൾക്ക് അവകാശമുള്ളൂ. അതുകൊണ്ട് അവർ പ്രതികരിക്കുന്നത് തെറ്റൊന്നുമല്ല. പക്ഷേ ഇയാളുടെ പിൻഗാമിയായി ഭാര്യയെ കൊണ്ടുവന്നാൽ അത് ശരിയല്ല. ആ കാര്യം തർക്കമൊന്നും വേണ്ട. അഴിമതിയിലേക്ക് പോകാൻ വീണ്ടും. അതുകൊണ്ട് ഈ ഞാൻ പറയുന്നത് ഇന്ത്യ അത്ര ചെറുതായി കാണരുത്. അതെ, ഞാൻ പറഞ്ഞത് മോദി സർക്കാരിനെ അത്ര ചെറുതായി കാണരുത്. ഒരിക്കലും പന്നു പറഞ്ഞത് ശരിയാണ് എന്ന് പ്രചരിപ്പിക്കുന്നവർ മോദിയെയും ഇന്ത്യയെയും മോശമാക്കുക. കാരണം അവർക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത കാര്യങ്ങൾ ഇവിടെ എല്ലാവരും പറയുന്നത് അങ്ങേയറ്റം മോശമാണ്. പന്നുവിനെ പോലൊരു ഇന്ത്യ വിരുദ്ധൻ പറയുന്നത് ആവാൻ പാടില്ല നമ്മുടെ പ്രചരണായുധം. അതുകൊണ്ട് ഞാൻ അതിന് 100% തള്ളിക്കളയുന്നു. ഞാനും പന്നുവിൻ്റെ അഭിപ്രായത്തോടെ എനിക്ക് ഒരിക്കലും യോജിക്കും. കാരണം പന്നുവിനേക്കാൾ എനിക്ക് വിശ്വാസം കെജ്രിവാളിനെയും ഇന്ത്യ ഗവൺമെൻറ്റിനെയാണ്, ഇന്ത്യൻ രഹസ്യാന്വേഷണം. അവിടെ ഇനി അഴിമതിയിലേക്ക് പോവാം. ഞാൻ ഏറ്റവും ഗൗരവമൊരു വിഷയമാണ് അഴിമതിക്കെതിരെ യുദ്ധം നടത്തി തന്നെയാണ് ഇവർ വന്നത്. തീർച്ചയായും ഇവർ അഴിമതി നടത്തുമെന്ന് പറഞ്ഞാൽ മോശമാണ്. അപ്പോൾ അഴിമതി നടന്നോ ഇല്ലയോ എന്നൊരു ചോദ്യം ബാക്കിയാവുകയാണ്. നിങ്ങൾക്ക് എന്താണ് അതിനെക്കുറിച്ച് തോന്നുന്നത്? അല്ല, എന്തുകൊണ്ട് 9 തവണ സമൻസ് അയച്ചിട്ടും ഇദ്ദേഹം അവിടെ ഹാജരായില്ല, ഇഡിക്ക് മുന്നിൽ ഹാജരായില്ല എന്നുള്ളത് എൻ്റെ ഒരു സംശയം തന്നെയാണ്. അദ്ദേഹത്തിന് പോയി അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കാം. നിങ്ങൾ തെളിവ് ഞാൻ ഇവിടെ വന്നിരിക്കാം, നിങ്ങൾ തെളിവ് കാണിക്കും, ഞാൻ വിശദമായിട്ട് മറുപടി പറഞ്ഞു തരാം എന്ന് പറയാനുള്ള ഒരു ആർജവം എന്തുകൊണ്ട് അദ്ദേഹം കാണിച്ചില്ല എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അതിനുള്ള ഉത്തരം 9ാം തവണ അയാൾ ചെന്നപ്പോൾ അയാൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് ഇപ്പം എന്നെ എത്രയോ കേസുകളിൽ പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. എന്നോട് പലരും ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് മുങ്ങിയത് കീഴടങ്ങി? ഞാൻ ചെന്ന് എന്നെ പിടിച്ച് അകത്തോടുമായിരുന്നു, എന്നെ അകച്ചിട്ട്. കാരണം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ നാട്ടിലെ നിയമം എന്ന് പറയുന്നത് തെളിവും വിചാരണയൊക്കെ പിന്നീടാണ്. ആദ്യ സ്റ്റേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ മേൽ ചാർജ്. ഇപ്പോൾ രാജ്മോഹൻ്റെ പേരിൽ ഒരു റേപ്പ് കേസ് ചാർജ് ചെയ്തെന്ന് കരുതുക.
രാജ്മോഹൻ ആ പെണ്ണിനെ കണ്ടിട്ട് പോലും കാണത്തില്ല. കേസ് അന്വേഷണം നടത്തി കഴിയുമ്പം രാജ്മോഹൻ തിരുവനന്തപുരത്തായിരിക്കും, പെണ്ണ് കോഴിക്കോടായിരിക്കും. കേസ് വിജയിക്കത്തില്ല. പക്ഷേ പെണ്ണിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ 375 ചാർജ് ചെയ്താൽ രാജ്മോഹൻ പ്രതിയായ അറസ്റ്റ് ചെയ്ത ജയിലിലാണ്. ഇനി രാജ്മോഹൻ ജാമ്യം കൊടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് നല്ല വക്കീലന്മാർ വാദിച്ചു കോടതിയാണ്. നല്ല വക്കീലന്മാരല്ലെങ്കിൽ കിട്ടത്തില്ല. ഇതെല്ലാം കഴിഞ്ഞ് എന്തെങ്കിലും ജാമ്യം എടുത്ത് വന്ന് പിന്നെ എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് രാജ്മോഹൻ്റെ കേസും തെളിവും പരിശോധിച്ച് നിരപരാധി എന്ന് പറയുന്നത്. ഇപ്പം ദിലീപ് 80 ദിവസം, അതായത് 86 ദിവസം ജയിലിൽ കിടന്നു. ദിലീപ് കുറ്റക്കാരാണെന്ന് പറയാൻ പറ്റുമോ? ദിലീപ് കുറ്റക്കാരനാണെന്ന് തെളിവ് ഗൂഢാലോചന കുറ്റം ചുമത്തിയിരിക്കുന്നത്. ഈ കുറ്റകൃത്യത്തിൽ ദിലീപ് നിരപരാധിയാണെന്ന് കോടതി കണ്ടെത്തിയാൽ ഈ ദിലീപിന് 85 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നത് മാത്രമാണോ ഈ വിഷയം ഇയാൾ കുറ്റക്കാരനാണ് എന്ന് ജനം ധരിക്കുന്ന ഒരു സകല സിനിമയും പൊളിയുമല്ലേ? തീർച്ചയായും ഒരു കരിയർ തീർന്നില്ലേ? അതെ. അപ്പം ഇതാണ് നമ്മുടെ നിയമ സംവിധാനം. അപ്പം അതുകൊണ്ട് ബുദ്ധിയുള്ളവർ ഈ നിയമ സംവിധാനത്തിന് പഴുതുപയോഗിക്കാൻ ശ്രമിക്കും. ഇയാൾ മുഖ്യമന്ത്രിയാണ്, അപ്പോൾ അയാൾ ഓർത്തു ഞാൻ പോയില്ല, എന്നെ പിടിക്കത്തില്ല എന്ന് കരുതി 9 തവണ കോടതിയുടെ അനുമതി കിട്ടി പിടിച്ചോണ്ട് പോയി. അതാണ് കോടതിയുടെ അനുമതിയോട് കൂടിയാണ് അവർ പിടിക്കാൻ വന്നത്. അപ്പോൾ അയാൾക്ക് ഗുണമുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇയാളെ പിടിച്ചുകൊണ്ട് അയാൾക്ക് മൈലേജ് കിട്ടി. അപ്പോൾ അയാളുടെ നീക്കം ശരിയാ. മാത്രമല്ല അദ്ദേഹത്തിന് ഇത് ഫലപ്രദമായി മുതലെടുക്കാനും അറിയാം. രസാഷ് ഇമേജ് സ്വയം ഉണ്ടാക്കിയെടുത്ത് ഇപ്പോൾ ഈ കാണുന്ന എല്ലാ സംഗതികളും ഉണ്ടാക്കിയെടുത്ത് തനിക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാനും താനാണ് ഇവിടുത്തെ പ്രതിപക്ഷം എന്ന് ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിക്കും. പറ്റും. ഞാൻ പറഞ്ഞത്, നിങ്ങൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന കെജ്രിവാൾ ജയിലിൽ ഇപ്പോഴുള്ള കെജ്രിവാൾ കരുത്തനായിരിക്കും. നമ്മളൊരു കാര്യം ആലോചിക്കണം. BJPയുടെ സ്പേസിൽ കയറിയാണ് കെജ്രിവാൾ കളിക്കുന്നത്. അതെ, BT വന്നു നമ്മൾ പലപ്പോഴും തോന്നുമായിരുന്നു. അവിടെ പ്രശ്നം എന്നാ വെച്ചാൽ, ഇപ്പം കോൺഗ്രസ് മുക്ത ഭാരതം എന്നതാണ് BJPയുടെ സ്വപ്നം. അതിനുവേണ്ടി അവർ പ്രയത്നിച്ചു, അത് ഏതാണ്ട് വിജയിച്ചു എന്ന് പറയാം. കാരണം കോൺഗ്രസ് ഇപ്പോൾ അവിടെയും ഇവിടെയും സംസ്ഥാന നേതൃത്വത്തിന്റെ കരുത്തുകൊണ്ട് കയറി വരുന്നത് ഒഴിച്ചാൽ പൈസ ഇല്ലാത്ത അവസ്ഥയല്ല. 5 പൈസ കയ്യിലില്ല. സംസ്ഥാന നേതൃത്വത്തിന്റെ കഴിവുകൊണ്ട് ചിലയിടങ്ങളിലൊക്കെ കോൺഗ്രസ് കയറി വരുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടി എന്ന നിലയിൽ അതിനൊരു ഐക്യരൂപമോ ഒരു ഏകീകൃത നേതൃത്വമൊന്നുമില്ല. അപ്പോൾ കർണാടകയിൽ കോൺഗ്രസ് DK ശിവകുമാറുള്ളതുകൊണ്ടാണ്. തെലങ്കാനയിലുള്ളത് എന്താണ്? രേവന്ത് റെഡ്ഡി. കേരളത്തിലാണ് പിന്നെയും കോൺഗ്രസിന് അടിത്തറയുള്ളത്. തീർച്ചയായും. പക്ഷെ അധികാരമുണ്ടോ? മാത്രമല്ല ഈ നേതാക്കന്മാരെല്ലാവരും പിടിവലിയാണ്. അപ്പോൾ ഇങ്ങനെ ഇവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ ദേശീയ പാർട്ടി പദവി ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് ഇവർ വരുമ്പോൾ ബദലായി ഒരു ദേശീയ പാർട്ടി വളർന്നു വരുന്നത് BJPക്ക് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞ അവർക്ക് പ്രാദേശിക പാർട്ടി, CPMനെയൊക്കെ പ്രാദേശിക പാർട്ടിയുടെ കണക്കാക്കി. അതുകൊണ്ടാണ് പിണറായി അവരിങ്ങനെ വിട്ടിരിക്കുന്നത്. ഈ പ്രാദേശിക പാർട്ടികൾ അവർക്ക് എപ്പം വേണേലും കൈപ്പിടിയിലാക്കാനും ഒതുക്കാനും പറ്റും. അപ്പം BJPക്ക് ബദലായി ഒരു ദേശീയ പാർട്ടി രൂപപ്പെട്ട് വന്നാൽ സ്വാഭാവികം അവരുടെ അജണ്ടയ്ക്ക് അത് ഭീഷണി. മാത്രമല്ല കോൺഗ്രസ് ദുർബലമായ സ്ഥലങ്ങളിലെല്ലാമാണ് ഈ ആം ആദ്മി പാർട്ടി ഇപ്പം അങ്ങോട്ട് കയറി പറ്റുന്നത്. ഡൽഹി ആണെങ്കിലും പഞ്ചാബ് ആണെങ്കിലും എല്ലായിടത്തും. അപ്പം ഗുജറാത്തിൽ BJPയുടെ ഹോം ഗ്രൗണ്ടാണ്, മോദിയുടെ ഹോം ഗ്രൗണ്ടാണ്, മോദിയുടെ അമിത്ഷായുടെ ഹോം ഗ്രൗണ്ടാണ്. അവിടെ ആം ആദ്മിയും കോൺഗ്രസും ഒരുമിച്ച് ചേർന്നിട്ട് 2 സീറ്റ് പിടിച്ചു വെച്ചോളൂ. ഞാൻ പറഞ്ഞേ അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ പോകുന്നില്ല. 2 സീറ്റ് പിടിച്ചാൽ പോലും അത് അവർക്ക് വലിയ ക്ഷീണമാണ്. BJPയുടെ ആഭ്യന്തര ഇക്വേഷനിൽ മാറ്റം വരാം. തീർച്ചയായും. ഉത്തർപ്രദേശാണ് ഒരു ഹൃദയഭൂമി. അവിടെ യോഗി ആദിത്യനാഥ് തോക്ക് കൈ പിടിച്ചുകൊണ്ട് തന്നെ തീർത്ത് ശരിയായി കയറി വരിക. ജനങ്ങളും യോഗിയുടെ ആരാധകരാ. മോദിക്കുള്ളതിനേക്കാൾ ജനപ്രീതി ഉത്തർപ്രദേശിൽ ഇപ്പം യോഗിക്കുണ്ട്. അപ്പോൾ അവിടെ ഹോം ഗ്രൗണ്ടിൽ ഒരു വീഴ്ച വരുന്നതിനെ അവരെ എതിർക്കുന്ന അങ്ങനെയുള്ള സാധ്യത നമ്മൾ കാണണം. ഏതായാലും ഈ കെജ്രിവാൾ വളരെ തന്ത്രശാലിയായ രാഷ്ട്രീയക്കാരനാണ്, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. ഇന്ത്യയിൽ ഇന്ന് ജീവിച്ചിരിപ്പുള്ളതിൽ ഏറ്റവും സൂത്രക്കാരനായ രാഷ്ട്രീയക്കാരൻ എന്ന് തന്നെ പറയേണ്ടി. ഞാൻ പറയുന്നത് ഈ പറയുന്ന പന്യൻ പറഞ്ഞതുപോലുള്ള ഈ ദേശവിരുദ്ധ പ്രവൃത്തിയിൽ ഏതെങ്കിലും തരത്തിൽ ഇടപെട്ടതിൻ്റെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ എന്ത് എളുപ്പമാണ്. അല്ല, ഒരിക്കലും ചെയ്യില്ല. കാര്യം കെജ്രിവാൾ തന്ത്രശാലിയാണ്. ഒരിക്കലും കെജ്രിവാൾ അത്ര ആളെയൊന്നും കാണില്ല. എന്ത് എളുപ്പമാണ്. ഞാൻ പറഞ്ഞത് ലോകത്താർക്കെങ്കിലും ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം, കെജ്രിവാൾ പന്നുവിനെയോ ഖലിസ്ഥാൻ ഭീകരവാദികളെയോ ഏതെങ്കിലും ഒരു പഞ്ചാബിയെ കണ്ടിട്ട് കുഴപ്പമില്ല, ഖലിസ്ഥാൻ ഭീകരവാദത്തിന് ഇന്ത്യ ഭീകരവാദി എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരാളെ, അതായത് ഈ കേസിൽ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്തതിൽ പ്രതിയാർക്കപ്പെട്ട ആരെങ്കിലും ഒരാളെ കെജ്രിവാൾ രാജ്യത്തിന് പുറത്ത് വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു എവിഡൻസ് എന്നാൽ ഞാൻ അയാളെ തള്ളി പറയും. കാരണം എനിക്ക് വലുത് രാജ്യമാണ്. എൻ്റെ രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ ഈ രാജ്യത്തെ ഭരണഘടനാ പദവിയിൽ ഒരുത്തിന് ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് മാത്രം മതി. അല്ല, അത് ഈ കെജ്രിവാളിനെ നേരിടാൻ ഇറങ്ങിയ ആളുകളുടെ അബദ്ധമാണെന്ന് തന്നെ പറയാം. കെജ്രിവാളിനെ അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. കെജ്രിവാൾ ഇവരെല്ലാവരെക്കാളും തന്ത്രശാലിയാണ്. അത് നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ. അദ്ദേഹം ആദ്യം ഒരു ഒരു സാമൂഹിക പ്രസ്ഥാനം ഉണ്ടാക്കുന്നു, പിന്നെ രാഷ്ട്രീയ പാർട്ടിയാക്കുന്നു, അതിൽ തന്നെ പ്രധാനപ്പെട്ട പലരും അപ്രസക്തരാകുന്നു.
ഈ സിസോദിയ ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണല്ലോ. എനിക്കൊരു മനസ്സിലാത്തൊരു കാര്യങ്ങളിൽ ഒന്നാണത്, എന്തുകൊണ്ട് ജാമ്യത്തിൽ ഇറക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളത്. ഒരുപക്ഷെ ഒരു കൊല്ലം കിടക്കട്ടെ, കാരണം ഈ ജയിൽ രാഷ്ട്രീയം നന്നായിട്ട് അറിയാം, തന്ത്രജ്ഞനാണ്. അതെ, ഒരു കൊല്ലം ജയിലിൽ കിടക്കട്ടെ എന്നുള്ള ഒരു, കാരണം ഒരു അഴിമതി കേസിൽ ഈ ഒരു കൊല്ലം ജയിലിൽ കിടന്നിട്ടും അഴിമതി കേസല്ല രാജ്യദ്രോഹം കുറിച്ച് ചുമത്തിട്ടില്ല. ഒരു അഴിമതി കേസിൽ ഒരു കൊല്ലമായും ഒരു ഭരണാധികാരിയായി ഇരുന്നാൾ ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ വിചിത്രമായ കാര്യം. മാത്രം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇദ്ദേഹം കെജ്രിവാൾ ഞാൻ മാത്രം മതി, ഞാനാണ് സകലത് എന്ന രീതിയിലേക്കുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അദ്ദേഹം എപ്പോഴും വെച്ച് പുലർത്തുമ്പോൾ സംശയിക്കത്തക്ക രീതിയിലാണ് ഈ വിഷയം നമുക്ക് തോന്നുന്നത്. എനിക്കറിയത്തില്ല, അതിന്റെ സാധ്യത ഇല്ലാഴിയൊന്നുമില്ല. പക്ഷെ അഴിമതിയിലേക്ക് വരുമ്പോൾ അതുകൂടെ നമ്മൾ ചർച്ച ചെയ്യണം. അഴിമതി നടന്നിട്ടുണ്ടോ എന്നാൽ നമ്മളിപ്പോൾ ഈ ഡൽഹി മദ്യനയ കേസിലാണ് അറസ്റ്റ് നടന്നിരിക്കുന്നത്. ഡൽഹി മദ്യനയ കേസ് എന്താണ്? ഡൽഹിയിലെ മദ്യവിൽപ്പന സർക്കാർ കുത്തകയായിരുന്നു, നമ്മുടെ നാട്ടിലെ പോലെ. നമ്മുടെ നാട്ടിൽ ബിവറേജസിന്റെ കുത്തകയാണ്, വേറെ ആർക്കും. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ സ്വകാര്യ ബാറുകൾ ഇഷ്ടം പോലെ ഉണ്ട്, ഈ ബിവറേജസ് ഇഷ്ടം പോലെ ഉണ്ട്. ബിവറേജസ് ക്യൂ നിൽക്കുന്നതിന് അസൗകര്യം ഉണ്ടെന്നുള്ളൂ. പക്ഷേ ഡൽഹിയിൽ അങ്ങനെയായിരുന്നില്ല, വളരെ പരിമിതമായിരുന്നു ഈ ഔട്ട്ലെറ്റുകളുടെ എണ്ണം. അപ്പോൾ ഈ ഔട്ട്ലെറ്റുകളിൽ ക്യൂ നിൽക്കുക എന്ന് പറയുന്ന ഒരു വലിയ നരകമായിരുന്നു. അപ്പോൾ ഇന്ന് കരിഞ്ചന്ത ഉണ്ടായിരുന്നു. അതായത് ഒരു സാധനം എപ്പോൾ റേഷൻ ചെയ്യുന്നു അപ്പോൾ കരിഞ്ചന്ത ഉണ്ടാവും. അപ്പം ഈ കരിഞ്ചന്തയെ കൺട്രോൾ ചെയ്തിരുന്നത് രാഷ്ട്രീയക്കാരായിരുന്നു. അപ്പം ആളുകൾ, ഇപ്പം എനിക്ക് മദ്യം വേണമെങ്കിൽ എനിക്ക് 24 മണിക്കൂർ ക്യൂ നിൽക്കുന്നതിന് ഇഷ്ടം 10 ഇരട്ടി കൊടുത്ത് വില വാങ്ങി, എനിക്ക് കാശുണ്ടല്ലോ. ഈ കരിഞ്ചന്ത തകർത്തു ഇവരുടെ മദ്യനയം വഴി. ഇഷ്ടം പോലെ മദ്യം അനുവദിച്ചു, 32 സോണുകളാക്കി. ഒരു സോണിൽ 27 മദ്യശാല വാങ്ങാൻ 18 വയസ്സ് പ്രായം കുറച്ചു. മദ്യം പരസ്യം ചെയ്യാൻ അനുവദിച്ചു. മദ്യം വിൽക്കാൻ മദ്യവിൽപ്പനക്കാർ തമ്മിൽ യുദ്ധം തുടങ്ങി. ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആക്കി. മദ്യത്തിൻ്റെ ടാക്സ് കുറച്ചു. അപ്പം മദ്യമേഖല അദ്ദേഹം എളുപ്പമാക്കിയപ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചു. ഒന്ന്, സർക്കാർ ഖജനാവിലെ വരുമാനം കൂടി, വലിയ തോതിൽ കൂടി. 2, ഉപഭോക്താവിന് ക്വാളിറ്റിയുള്ള മദ്യം സന്തോഷത്തോടെ കിട്ടും. അപ്പം എല്ലാം ഓക്കെ ആവുമെന്നാണ് കരുതുന്നത്. പക്ഷേ ഇദ്ദേഹം ആ മറവിൽ ഈ സൗത്ത് ലോബിക്ക് മലയാളി ഉണ്ടല്ലോ അതിൽ സൗത്ത് ലോബിക്ക് അല്ല കവിതയാണ് അത്, കവിതയുണ്ട്, ഇത് കൊടുക്കാൻ ഒരു പക്ഷേ ഈ പറയുന്ന 100 കോടിയോ അതുപോലെ 150 കോടിയോ പാർട്ടിയാണ്. അത് അയാൾ കൈപ്പറ്റിയിട്ടില്ല, ഗോവയിലേക്ക് കൈമാറി. അപ്പോൾ ഗോവയിലൊക്കെ മദ്യ ലോബികൾ ശക്തമാണ്. അപ്പോൾ ഇടപാട് നടന്നത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റാണ്. അഴിമതി നടന്നിട്ട് തെറ്റാണ്. പക്ഷേ ഈ അഴിമതി അദ്ദേഹം ലാഭമുണ്ടാക്കാൻ വേണ്ടി ചെയ്തതല്ല, വ്യക്തിഗത അഴിമതിയല്ല. ഈ അഴിമതി ഇല്ലാതെ ഈ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയുമെങ്കിൽ ഗൗരവമേറെ കുഴപ്പം. ഇതിനേക്കാൾ വലിയ അഴിമതിയിലൂടെയാണ് സകല രാഷ്ട്രീയ പാർട്ടികൾ മുമ്പോട്ട് പോകുന്നത്. ഈ അഴിമതിക്കെതിരെ യുദ്ധം ചെയ്യുന്ന BJP ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യം നമ്മൾ നോക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? ആരും പറയുന്നില്ലല്ലോ, വെളിപ്പെടുത്തുന്നതില്ലല്ലോ. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് രഹസ്യമായി ഏത് കള്ളപ്പണക്കാരനും പണം കൊടുക്കാവുന്ന സാഹചര്യം. ഇപ്പം നമ്മൾ സാന്റിയാഗോ മാർട്ടിൻ്റെ കാര്യം മാത്രം എടുക്കുക. അയാൾക്ക് ആകെപ്പാടെ 400-500 കോടി ഒരു വർഷത്തെ വിറ്റുവരവുള്ളൂ. സംഭാവന 1360 കോടി രൂപയാണ്. അപ്പോൾ പേര് വരത്തില്ല എന്നൊരു ധൈര്യം ഉറപ്പാക്കി കൊടുക്കും. അത് അഴിമതിയല്ലേ? ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിലെ ഒരു മണ്ഡലത്തിലേക്ക് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് കുറഞ്ഞത് 10 കോടി രൂപയാണ് ദേശീയ നേതൃത്വം കൊടുക്കുന്നത്. BJP തിരുവനന്തപുരം തൃശ്ശൂരൊക്കെ അതിൽ കൂടുതൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെവിടെ നിന്നാണ് ഈ കാശ്? 95 ലക്ഷം രൂപയെ ഒരു മണ്ഡലത്തിൽ ചെലവാക്കാൻ പറ്റും സർക്കാർ കണക്കനുസരിച്ച്. അപ്പം എവിടെ നിന്നാണ് ഈ കാശ്? അപ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇങ്ങനെ വലിയ തോതിൽ അഴിമതി പണവും കള്ളപ്പണവും ഇറക്കി രാഷ്ട്രീയം കളിക്കുമ്പോൾ ഇവർക്കും പിടിച്ചു നിൽക്കണ്ടേ? ന്യായീകരിക്കല്ല, മനസ്സിലായി. കാരണം അവർക്കും രാഷ്ട്രീയത്തിൽ എത്തിയ പിന്നെ വേറെ വഴിയില്ല. അവർ സാമൂഹ്യ പ്രസ്ഥാനമായിരുന്നു, അങ്ങനെ പോകാമായിരുന്നു. ഇത് തെരഞ്ഞെടുപ്പ് പോലെ വ്യവസായി ആയിരുന്നെങ്കിൽ മറ്റേ CSR ഫണ്ട് വഴി പോകാമായിരുന്നു. ഇതിപ്പോൾ ഇവരെ സംബന്ധിച്ചോളം ഇവരുടെ മുമ്പിലുള്ള വഴി എന്ന് പറയുന്നത് ഇത്തരത്തിൽ ചില അത് തെറ്റാണ്. അല്ലെ സിംഗപ്പൂർ പോലെ ആവണം, ഒരുത്തനും അഴിമതി നടത്താൻ പാടില്ല. ഒരു കാരണം. ഏതോ ഒരുത്തൻ്റെ കൂടെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചതാണ്. സിംഗപ്പൂരിൽ നിന്ന് ഒരു മന്ത്രി വിദേശത്തെ യാത്ര പോയി. പക്ഷേ അപ്പോൾ ഇവർ എവിടെ പോയാലും അന്വേഷിക്കുക. അപ്പം ഒരു വ്യവസായിയോടൊപ്പമാണ് അവിടെ ചെലവഴിച്ചത്. അയാളാണ് ചെലവഴിച്ചത്, അയാളാണ് സ്പോൺസർ ചെയ്തത്. തിരിച്ചൊന്നും മന്ത്രിപ്പണി പോയി. കാരണം ആ വ്യവസായിക്ക് ഇവിടെ ചില ബിസിനസ് ഇൻട്രസ്റ്റ് ഉണ്ട്. ആ ബിസിനസ് ഇൻട്രസ്റ്റിന് ഇയാൾ കൂട്ടുനിന്നേക്കുമെന്ന ഭയം കൊണ്ട് മന്ത്രിസ്ഥാനത്തും പ്രസിഡന്റ് പുറത്താക്കി. അങ്ങനെ സിംഗപ്പൂരിനെ പോലെ അഴിമതിരഹിതമായ ഒരു ഭരണവ്യവസ്ഥയാണെങ്കിൽ കെജ്രിവാളിന് പറ്റും. പക്ഷേ ഇവിടെ എല്ലാവരും അഴിമതി ചെയ്യുമ്പോൾ ഇയാൾ അയാളുടെ മുമ്പോട്ട് പോകാനുള്ള ഭാഗത്തിന് അഴിമതി എനിക്കറിയില്ല, അവരൊന്നും സമ്മതിച്ചിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും ആണെന്നുള്ളത് എനിക്ക് വിയോജിപ്പില്ല. അതായത് ഞാൻ പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഞാനൊരു കാര്യം ഇത് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഞാൻ മോദി ഭക്തനാണ്.
ഞാനത് പലരും എന്നോട് പറഞ്ഞു നിങ്ങൾ മോദി ഭക്തൻ. ഞാൻ മോദി ഭക്തനാണ്. കാരണം മോദി ഇന്ത്യ കാത്തിരുന്നൊരു ഭരണാധികാരിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കഴിഞ്ഞ 10 കൊല്ലം ഈ രാജ്യത്ത് വന്നിരിക്കുന്ന അടിസ്ഥാന സൗകര്യ വളർച്ചയിലും വികസനത്തിലും അഭിമാനം കൊള്ളുന്ന ആളാണ് ഞാൻ. എന്ന് മാത്രമല്ല രാജ്യസ്നേഹം എന്ന് പറയുന്ന സാധനത്തിന് മുൻതൂക്കമെന്നതിൽ അഭിമാനിക്കുന്നത്. പക്ഷേ ആ അമിതാധികാരം ഒരു പ്രവണത ശക്തമായി വരുന്നു. ജനാധിപത്യത്തിന് ചില സവിശേഷതകൾ കുറഞ്ഞു വരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ മാത്രം മതി എന്നുള്ളൊരു വിചാരം, അത് ജനാധിപത്യത്തിനൊട്ടും ഗുണകരമല്ല. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ കെജ്രിവാളിനെ വേട്ടയാടുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ കെജ്രിവാളിൻ്റെ വിരോധിയൊന്നുമല്ല. കെജ്രിവാൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമാണ്. കാരണം ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ അദ്ദേഹം വിജയിച്ചു. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയ അഴിമതിക്കെതിരായ ഒരു പ്രസ്ഥാനം തുടങ്ങിയ ഒരാൾ പിന്നീട് അറിയാതെ ഒരുപക്ഷെ പാർട്ടിയുടെ നിലനിൽപ്പിന് വേണ്ടി അതിൻ്റെ ഇരയായിട്ടുണ്ടെങ്കിൽ അത് ദുഃഖകരമാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. അല്ല, അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഞാൻ പറഞ്ഞ രാജ്യം, ഇപ്പം ഞാൻ പറഞ്ഞ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കേരളത്തിൽ ബാലകൃഷ്ണപിള്ള മാത്രമേ ജയിലിൽ കിടന്നിട്ടുള്ളൂ. അതും എങ്ങനെ ജയിലിൽ കിടന്ന് നമുക്കറിയാം. സുപ്രീം കോടതി വരെ പോരാടി എത്രയോ കാലഘട്ടത്തിന് ശേഷം ചെറിയ അഴിമതിയാണ്. അതിനർത്ഥം നമ്മുടെ നാട്ടിൽ ആരും അഴിമതി നടത്തിയിട്ടില്ലെന്നാണോ? പിണറായി വിജയൻ അഴിമതിക്കാരനല്ലേ? എന്തെല്ലാം അഴിമതികൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു, ഇതിനൊന്നും ഒരു അന്വേഷണമില്ലായിരിക്കും. കെജ്രിവാളിനെ മാത്രം ഫോക്കസ് ചെയ്ത് ഓർക്കണം. അയാളുടെ MB പിടിച്ചു, ഉപമുഖ്യമന്ത്രിയെ പിടിച്ചു, എത്ര കേസുകളെടുത്തു. അയാളെ മാത്രം വേട്ടയാടുന്നത് ശരിയല്ല. ഈ അഴിമതിയോടുള്ള അഴിമതി വിരുദ്ധ പോരാട്ടം എല്ലായിടത്തും ആവാം. തീർച്ചയായും. അജിത് പവാർ എന്ന് പറയുന്ന ഒരു നേതാവ് രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനാണ്. അവിടെയുള്ള സകല മനുഷ്യർ, ഞാൻ മഹാരാഷ്ട്രയിൽ പോകുന്ന ആളാണ്, അവിടെയുള്ള സകല മനുഷ്യർക്ക് അയാൾ കള്ളനാണ്. അയാൾക്ക് എത്രയോ കേസുകൾ വന്നു. 10,000 കോടി രൂപയുടെ കണ്ട അഴിമതി. എന്നിട്ട് എന്ത് ചെയ്യും? അയാൾ BJPയുടെ ഭാഗം ചേർന്നപ്പം അയാളെക്കുറിച്ച് എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? ഛഗൻ ഭുജ്ബൽ മഹാരാഷ്ട്രയിലെ പഴയ റാണ, എന്തോ റാണ, അതെ, ഒരു പഴയ അവിടുത്തെ ഉപമുഖ്യമന്ത്രി റാണ. എത്രയോ ആളുകൾക്കെതിരെ അഴിമതി ഇതൊക്കെ അനങ്ങുന്നുണ്ട്. ആസാമിൽ ഉപമുഖ്യമന്ത്രി ആയിരിക്കുന്ന ആള് ഹെമന്ത് ഹിമന്ത് വിശ്വാസൊക്കെ ശാരദാ ചിട്ടി കേസിൽ പ്രതിയായിരുന്നു. അതെ, അനക്കമുണ്ടോ? എന്ന് മാത്രമല്ല ഹിമന്ത് വിശ്വാസം ഭയങ്കര സംഭവമാണെന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. അതായത് ഈ 2022 126 കേസെടുത്ത് ED രാഷ്ട്രീയക്കാർക്ക് കേസ് 115 പ്രതിപക്ഷ നേതാക്കൾ. അപ്പം ഇത് ശരിയല്ല. ജനാധിപത്യം സംരക്ഷിക്കപ്പെടണം. കെജ്രിവാൾ അഴിമതിക്കാരനാണെങ്കിൽ കെജ്രിവാളിനെ പക്ഷേ തെളിവ് കൊണ്ടുവരണം. പക്ഷെ എല്ലാ അഴിമതിക്കാരും പുറത്തു കൊണ്ടുവരണം. അല്ലാതെ കെജ്രിവാളിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് അത് പ്രസക്തമായ കാര്യം തന്നെയാണ്. അതുകൊണ്ട് കെജ്രിവാൾ എൻ്റെ മുമ്പിൽ ഇപ്പോൾ കെജ്രിവാളിനെ തള്ളിപ്പറയാൻ പറ്റിയ എവിഡൻസ് ഒന്നുമില്ല. കെജ്രിവാൾ രാജ്യദ്രോഹിയാണ് എന്ന് പറയുന്നതിന് ഞാൻ ഒരു തരത്തിലും അംഗീകരിക്കത്തില്ല. അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഗവൺമെൻറ്, വിശ്വസിക്കുന്നില്ല. തെളിവ് വരട്ടെ. തീർച്ചയായും കെജ്രിവാൾ രാജ്യദ്രോഹിയാണ് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഈ പന്നുവിൻ്റെ വാക്കുകൾ നമ്മൾ ഒരിക്കലും വിശ്വാസം എടുക്കേണ്ടതില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. എളുപ്പമാണ്. പക്ഷേ ഈ ഒരാളെ രാജ്യദ്രോഹിയാക്കി അയാളെ നാറ്റിക്കാൻ. അതുകൊണ്ട് എവിഡൻസ് പുറത്തുവിട്ട് രാജ്യദ്രോഹിയാണ്. ഞാനൊരു കാര്യം പറയാം, കെജ്രിവാൾ രാജ്യദ്രോഹം ചെയ്തിട്ടുണ്ട് എന്നത് തെളിവ് പുറത്തു വന്ന ആ സെക്കൻഡിൽ ഞാൻ അയാളെ തള്ളി പറയുന്നതായിരിക്കും. ഇപ്പോൾ എനിക്ക് അയാളെ വിശ്വാസം. അഴിമതി നടത്തിയിട്ടുണ്ടാവാം എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അഴിമതി അയാൾക്ക് വേണ്ടി വ്യക്തിഗതമല്ല എന്നുകൊണ്ട് ഞാൻ അതിനോട് അത് തെറ്റായിപ്പോയി ഗൗരവമായി കാണുന്നില്ല. എന്ന് മാത്രമല്ല അയാളുടെ ഗുഡ് ഗവേണൻസ് കൺസെപ്റ്റിനെ എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. സാധാരണക്കാരുടെ ജീവനിലവാരം ഉയർത്താൻ ഒരുപാട് സാധ്യം ചെയ്യുന്നുണ്ട്. ജയിലിൽ നിന്ന് പുറത്തു വരുന്ന കെജ്രിവാൾ കൂടുതൽ ശക്തനാവും. അയാൾ വലിയ രാജ്യത്തെ പ്രതിപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാകും. കൂടുതൽ സംസ്ഥാനങ്ങൾ ബുദ്ധിപരമാണ്. കോൺഗ്രസിനോട് അയാൾ കൂട്ടുചേർന്നാണ് ഇപ്പം മത്സരിക്കാൻ വന്നത്. 77 ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ട് പുറത്തിരുന്നിട്ട് ജനതാ സർക്കാർ വന്നതിന് ശേഷം പിന്നെ ചെയ്ത് അവരെ ടോർച്ചറിങ് ആണ് ഇന്ദിരാഗാന്ധി. അറിയാമല്ലോ, അവരെ അറസ്റ്റ് ചെയ്യുന്നു, അവരെ വളരെ ബുദ്ധിമുട്ടിക്കുന്നു. 80 അവർക്കത് വളരെ ഈസി ആയിട്ട് ഇത് പറഞ്ഞ് തന്നെ തിരിച്ചു വരാൻ കഴിഞ്ഞു. ആ ഒരു പഴയ കാര്യങ്ങൾ ഇവർ ചിന്തിക്കേണ്ടതായിരുന്നു എന്നാണ് എനിക്കിപ്പോൾ തോന്നിയിട്ടുള്ളത്. ഇങ്ങയുടെ ജീവൻ നിലനിന്നാൽ ഇക്കാര്യത്തിൽ ചെറിയ ആശങ്ക എനിക്കുണ്ട്. കാരണം ഇങ്ങനെ പ്രമേഹ രോഗിയാണ്. അപ്പോൾ ഇങ്ങനെ ജീവൻ നിലനിന്നാൽ രാജ്യത്ത് ഒരു ശക്തനായ നേതാവിനെ സൃഷ്ടിക്കുന്നതിന് ഇത് കാരണമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. വലിയ തോതിൽ മാത്രമല്ല, ഇയാൾ ഗുജറാത്തിലും ഒക്കെ അയാൾ സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇയാളുടെ പാർട്ടി വളർന്നു വരുന്നുണ്ട്. ഒരു പക്ഷേ കോൺഗ്രസിന് അന്ത്യമാവാം. ഇപ്പോൾ കേരളത്തിൽ തന്നെ 2026 തെരഞ്ഞെടുപ്പിൽ വീണ്ടും CPM അധികാരത്തിൽ വന്നാൽ കോൺഗ്രസ് പിളരും. അതെ, ഇപ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തന്നെ കോൺഗ്രസ് വലിയ പ്രശ്നം ഉണ്ടാവും. 2024 പിളരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ പിന്നെ വലിയ വിഭാഗം ഒരുപക്ഷെ ആം ആദ്മിയിലേക്കായിരിക്കാൻ പോകുന്നത്. മാത്യു കുഴനാടിനെ പോലുള്ള ഒരു ആം ആദ്മിയുടെ നേതാവായി കേരളത്തിൽ വന്നെന്ന് വരാം. അതെ, വിശ്വാസതയുള്ള ആളുകളുണ്ടെങ്കിൽ. അതേസമയം മുതിർന്ന നേതാക്കൾ, നമ്മുടെ മുതിർന്ന ഹിന്ദു നേതാക്കൾ മുരളീധരനും ചെന്നിത്തലയും ഒക്കെ ചിലപ്പം BJPയിലേക്ക് പോയെന്ന് വരാം. അപ്പോൾ വലിയ മാറ്റങ്ങൾ കേരളത്തിൽ വരാം. അപ്പം അതുകൊണ്ട് രാജ്യത്തൊരു ശക്തമായ പ്രതിപക്ഷ പാർട്ടി ഉണ്ടാകുന്നതിന് ഈ കേസുകൾ കാരണമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്.
ഏതായാലും കെജ്രിവാളും അദ്ദേഹത്തിന് നേരെ ഉയർന്ന ഈ ഇത്ര ആരോപണങ്ങൾ അങ്ങനെ അല്ല എന്ന് തെളിയിക്കേണ്ട ധാർമ്മിക ബാധ്യത കൂടി അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം ഇറങ്ങട്ടെ, ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അക്കാര്യത്തിൽ വരട്ടെ. വരട്ടെ. പ്രത്യേകിച്ച് രാജ്യത്തിന് ദോഷം ചെയ്യുന്ന എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ചയുടെ ആവശ്യമില്ല. കേജ്രിവാളിനെ പിന്തുണയ്ക്കും. തൽക്കാലം കേജ്രിവാൾ അങ്ങനെ ഒരു രാജ്യദ്രോഹിയാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് പറ്റത്തില്ല. അഴിമതിക്കാർ വ്യക്തിപരമായി അഴിമതി ഉണ്ടാക്കിയെന്ന് വിശ്വസിക്കാൻ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം എൻ്റെ പിന്തുണ കേജ്രിവാളിന് തന്നെയാണ്. നമസ്കാരം.